നമസ്കാരം. TCV സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിന്റെ പാളികൾ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ അന്വേഷണം CBIക്ക് കൈമാറണമെന്ന് മുതിർന്ന BJP നേതാവ് കുമ്മനം രാജശേഖരൻ. ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും രാജിവെക്കണമെന്നും കുമ്മനം രാജശേഖരൻ ആവശ്യപ്പെട്ടു. BJP തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നു. BJP ദേശീയ സമിതി അംഗം കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറായി നകുൽ രാജേന്ദർ ദേശ്മുഖ് ചുമതലയേറ്റു. തൃശൂർ പൂരമടക്കമുള്ളവയിൽ എല്ലാവരുടെയും സഹകരണത്തോടെ ജാഗ്രതയോടെ പ്രവർത്തിക്കുമെന്ന് കമ്മീഷണർ. വടക്കാഞ്ചേരിയിൽ ലോട്ടറിയുടെ കളർ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി നൽകി തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതി പിടിയിൽ. തയ്യൂർ സ്വദേശി സജീഷാണ് അറസ്റ്റിലായത്. പന്നിത്തടം സെന്ററിൽ കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. മലപ്പുറം സ്വദേശികളും പാലക്കാട് സ്വദേശികളും സഞ്ചരിച്ച കാറുകളാണ് കൂട്ടിയിടിച്ചത്. ഒരുമനയൂർ പഞ്ചായത്തിനെ അതിദാരിദ്ര്യമുക്ത പഞ്ചായത്തായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് പ്രഖ്യാപിച്ചു. പഞ്ചായത്തിലെ മാലിന്യ സംസ്കരണ സംഭരണ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടവും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. പഴയന്നൂരിലെ ജനങ്ങളെ കോൺഗ്രസ് വഞ്ചിക്കുകയാണെന്ന് CPM നേതാവ് P. സരിൻ. പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ LDF സംഘടിച്ച ജനമുന്നേറ്റ ജാഥ സമാപിച്ചു. വെങ്കിടങ്ങ് മണ്ഡലം 14-ാം വാർഡിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്തി. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് VK രാജൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മാണോദ്ഘാടനം അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത അധ്യക്ഷത വഹിച്ചു. സേവന വാരാചരണത്തിന്റെ ഭാഗമായി കേരള മുസ്ലിം ജമാഅത്ത് പ്രവർത്തകർ പാലപ്പള്ളി പിള്ളത്തോട് പാലം പരിസരം വൃത്തിയാക്കി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CK സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ പടാക്കുളം വാർഡിൽ വയോജനോത്സവം നടത്തി. കൌൺസിലർ TS സജീവൻ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ മദർ ഇന്ത്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൂപ്പർ ലീഗ് സംഘടിപ്പിച്ചു. നഗരസഭാ ഉപാധ്യക്ഷ അനീഷ്മ ഷനോജ് മത്സരം ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി പഞ്ചായത്ത് കുട്ടഞ്ചേരി ഭരണച്ചിറ പാടശേഖരം ചാൽ സംരക്ഷണ സമിതിയുടെയും ഭിത്തിയുടെയും സ്ലാബ് നിർമ്മാണത്തിന്റെയും ഉദ്ഘാടനം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി ജയന്തി AIYF ഒല്ലൂക്കര മേഖലാ കമ്മിറ്റി സേവന ദിനമായി ആചരിച്ചു. CPI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം T. പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. 1 ലക്ഷം പേർ ഒപ്പിട്ട നിവേദനം പ്രധാനമന്ത്രിക്ക് കൈമാറി തിരിച്ചുവന്ന വൺ ഇന്ത്യ വൺ പെൻഷൻ മൂവ്മെന്റ് സംസ്ഥാന നേതാക്കൾക്ക് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി. ചലച്ചിത്ര സംവിധായകൻ അമ്പിളി ഉദ്ഘാടനം ചെയ്തു. അമ്പലപുരം ദേശവിദ്യാലയം UP സ്കൂളിൽ കായികോത്സവത്തിന് തുടക്കമായി. നഗരസഭാ കൌൺസിലർ ഉഷ രവി ഉദ്ഘാടനം ചെയ്തു. കേരള മഹിളാ സംഘം ചാഴൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വനിതോത്സവം മഹിളാ സംഘം സംസ്ഥാന സെക്രട്ടറി ES ബിജിമോൾ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർപേഴ്സൺ വിനീത ബെന്നി അധ്യക്ഷത വഹിച്ചു. തിരുവല്ലോമല പഞ്ചായത്ത് ഭരണസമിതിയിൽ അഴിമതി ആരോപിച്ച് LDF പഞ്ചായത്ത് കമ്മിറ്റി മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം PA ബാബു ഉദ്ഘാടനം ചെയ്തു. തിരുവല്ലോമല പട്ടിപ്പറമ്പ് കുറുമങ്ങാട്ട് പാടശേഖര സമിതി സിൽവർ ജൂബിലി ആഘോഷിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് K. പത്മജ ഉദ്ഘാടനം ചെയ്തു. ചേറ്റുവ ജുമാ മസ്ജിദിൽ ആണ്ട് റാത്തീബും ദുവാ മജ്ലിസും നടത്തി. മഹല്ല് ഖത്തീബ് സലീം ഫൈസി പ്രാർത്ഥന നിർവഹിച്ചു. അബ്ദുൾ റൌഫ് ബാഗവി, മഹല്ല് പ്രസിഡന്റ് ഉബൈദുള്ള അലി, സെക്രട്ടറി NM അബ്ദുൾ ജലീൽ എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയം സ്വകാര്യ ക്ലബിന് 5 വർഷത്തേക്ക് കൈമാറാനുള്ള കൌൺസിൽ തീരുമാനം ചർച്ച ചെയ്യാൻ പ്രത്യേക യോഗം വിളിക്കാമെന്ന് മേയർ MK വർഗീസ്. തീരുമാനത്തിൽ തനിക്ക് ആശങ്കയില്ലെന്ന് മേയർ. ചീരക്കുഴി ജലസേചന പദ്ധതിയുടെ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ അടച്ചു. ഇതോടെ കനാലിലൂടെ ജലവിതരണം തുടങ്ങി. ദേശീയപാത പുതുക്കാട് ഗതാഗത കുരുക്ക് രൂക്ഷം. പോലീസ് അടച്ചുകെട്ടിയ സർവീസ് റോഡ് CPM പ്രവർത്തകർ തുറന്നുകൊടുത്തു.
അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മണലൂർ ഏരിയ സമ്മേളനം സംഘടിപ്പിച്ചു. പുത്തൻപേടിക സെന്റിനറി ഹാളിൽ നടന്ന സമ്മേളനം ജില്ലാ പ്രസിഡന്റ് എം ഗിരിജാദേവി ഉദ്ഘാടനം ചെയ്തു. ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ പെരുമ്പിലാവ് മുതൽ അക്കിക്കാവ് വരെ ഗതാഗതം താറുമാറായി. കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാൻ പെരുമ്പിലാവ് ജംഗ്ഷനിൽ കുഴിയെടുത്തതാണ് കാരണം. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ ലേലം വിളി നടന്നു. പെരുന്നാൾ ദിവസങ്ങളിൽ വിശ്വാസികൾ സമർപ്പിച്ച നേർച്ച കാഴ്ചകളാണ് ലേലവസ്തുക്കളായി ഒരുക്കിയത്. അന്നമനട പഞ്ചായത്തിന്റെ വികസന സദസ്സ് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. വി.ആർ. സുനിൽകുമാർ എം.എൽ.എ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്ത് 5 പുതിയ ദേശീയപാതകൾ കൂടി വികസിപ്പിക്കുന്നതിന് പദ്ധതി രേഖ തയ്യാറാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചുവെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ്. കൊടുങ്ങല്ലൂർ അങ്കമാലി പാതയും ഇതിലുൾപ്പെടും. 20 കിലോമീറ്റർ വരുന്ന ഈ റോഡ് 4 വരി പാതയാക്കി ഉയർത്താനുള്ള പദ്ധതി രേഖയാണ് തയ്യാറാക്കുക. എറണാകുളം ചമ്പക്കരയിൽ ബൈക്ക് അപകടത്തിൽ പഴുവിൽ സ്വദേശിനിയും സുഹൃത്തും മരിച്ചു. പഴുവിൽ വെസ്റ്റ് വള്ളൂക്കാട്ടിൽ അശോക് കുമാറിന്റെ മകൾ ശ്വേതയും സുഹൃത്ത് ആലപ്പുഴ സ്വദേശി സൂരജുമാണ് മരിച്ചത്. ബാലചന്ദ്രൻ വടക്കെടത്ത് സ്മാരക സമിതി ഏർപ്പെടുത്തിയ ബാലചന്ദ്രൻ വടക്കെടത്ത് സ്മാരക പ്രഥമ പുരസ്കാരത്തിന് സാഹിത്യ നിരൂപകൻ ഡോക്ടർ വി രാജ അർഹനായി. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ഈ മാസം 19 വൈകിട്ട് 4 സാഹിത്യ അക്കാദമി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും. നവതി ആഘോഷിക്കുന്ന അധ്യാപകനും എഴുത്തുകാരനുമായ പ്രൊഫസർ കെ വി രാമകൃഷ്ണനെ ശിഷ്യരും സുഹൃത്തുക്കളും ചേർന്ന് ആദരിക്കും. നാളെ തൃശൂർ വിവേകോദയം സ്കൂളിൽ നടക്കുന്ന ആദരം സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്യും. പെരുവല്ലൂർ ഗവൺമെന്റ് യു.പി. സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി. മുൻ നിയമസഭാ സ്പീക്കർ വി.എം. സുധീരൻ ഉദ്ഘാടനം ചെയ്തു. നാടൻ പാട്ടുകലാകാരൻ അറുമുഖൻ വെങ്കിടങ്ങന്റെ 2ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഏനാമാക്കൽ നെഹ്റു പാർക്കിൽ അനുസ്മരണവും നാടൻ പാട്ടുകളുടെ അവതരണവും നടന്നു. മുരളി പെരുന്നല്ലി എം.എൽ.എ ഉദ്ഘാടനം ചെയ്തു. തലക്കോട്ടുകരയിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ കാർ ഡ്രൈവറെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. കേച്ചേരി ചിറ്റിലപ്പള്ളി സ്വദേശി മാമലവളപ്പിൽ സിനീഷാണ് അറസ്റ്റിലായത്. മണലൂർ നിയോജക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പലസ്തീൻ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു. AICC അംഗം അനിൽ അക്കര ഉദ്ഘാടനം ചെയ്തു. മുരിയാട് പഞ്ചായത്തിലെ 5 സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ശുചിമുറികൾ നിർമ്മിക്കുന്നതിന് പഞ്ചായത്ത് 45 ലക്ഷം രൂപയുടെ പദ്ധതി ആവിഷ്കരിച്ചു. നിർമ്മാണം പൂർത്തീകരിച്ച സാനിറ്റേഷൻ കോംപ്ലക്സുകൾ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി 3 വിദ്യാലയങ്ങൾക്ക് സമർപ്പിച്ചു. സ്പീഡ് ന്യൂസ് സമാപിച്ചു. നമസ്കാരം.